ഹായ് ഹലോ എവ്രി വൺ. ഇന്ന് നമുക്ക് SAS സിമിലാരിറ്റി നോക്കാം, അതായത് സൈഡ് ആംഗിൾ സൈഡ് സിമിലാരിറ്റി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത് വിത്ത് 2 sides 4 cm and 6 cm and angle between them is 30 degree. And the second triangle with sides 3 cm and 4.5 cm and the angle between them 30 degree. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. 30 ഡിഗ്രി ആണ്. പിന്നെ നോക്കാനായിട്ടുള്ളത് ആദ്യത്തെ ട്രയാങ്കിളുടെ 4 cm ആണ്, രണ്ടാമത്തെ ട്രയാങ്കിളുടെ ആ സൈഡ് 3 cm ആണ്. അതായത് 3 cm എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3/4 ഓഫ് ദ സൈഡ് ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിളിനാണ്. ഇത് 4 × 3/4 ചെയ്യുമ്പോഴാണ് നമുക്ക് 3 cm കിട്ടുന്നത്. അതേപോലെ 6 × 3/4 ചെയ്യുമ്പോഴാണ് നമുക്ക് 4.5 കിട്ടുന്നത്. അപ്പം ഇത് രണ്ടിനും ഒരു റിലേഷൻ ഉണ്ട്. ഇവർ തമ്മിൽ സ്കെയിൽ ചെയ്തേക്കുന്നത് സെയിം ഫാക്ടർ വെച്ചിട്ടാണ്, അതായത് 3/4 എന്ന് പറഞ്ഞ ഫാക്ടർ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തേർഡ് സൈഡും ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ തേർഡ് സൈഡും 3/4 വെച്ചിട്ട് സ്കെയിൽ ചെയ്തിട്ടുണ്ടാവോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ ട്രയാങ്കിളിനെ വലിയ ട്രയാങ്കിളിന്റെ ഉള്ളിലോട്ട് എടുത്ത് വെക്കും. ടു ചെക്ക് ദിസ്, പ്ലേസ് ദ സ്മോളർ വൺ ഇൻസൈഡ് ദ ലാർജർ വൺ ടു ദ ലെഫ്റ്റ് കോർണർ. അപ്പം അങ്ങനെ വെച്ചപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി. നോക്കിയേ, ഇവിടെ രണ്ട് പേർക്കും ആംഗിൾ, രണ്ട് ട്രയാങ്കിളുടെ ആംഗിൾ 30 ഡിഗ്രി ആണ്. ഒരെണ്ണത്തിൻ്റെ സൈഡ് 3 cm 4.5 cm, മറ്റേത് വലിയ ട്രയാങ്കിളിൻ്റെ 4 cm 4.6 cm. ഇവർ തമ്മിൽ സ്കെയിൽ ചെയ്തിരിക്കുന്നത് സെയിം ഫാക്ടർ വെച്ചിട്ട് തന്നെയാണ്, 3/4 എന്ന ഫാക്ടർ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്നാമത്തെ സൈഡും, അതായത് right side of the small triangle is also 3/4 of the right side of the larger triangle എന്ന് പറയാൻ പറ്റും. Okay, thus we say that the two triangles have the same angles, so their sides are scaled by the same factor, which means the right side of the small triangle is also 3/4 of the right side of the larger triangle. Thus in triangles with two sides scaled by the same factor and angle between them the same factor. ഇനി നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു SAS തിയറം ആണ് പഠിച്ചത്. In triangles with two sides scaled by the same factor, the third side are also scaled by the same factor. ഇനി what is similar triangle? Similar triangle എന്ന് പറഞ്ഞാൽ എന്താണ്? Two triangles of sides scaled by the same factors are called similar. നമുക്ക് തന്നേക്കുന്ന രണ്ട് ട്രയാങ്കിളിന് സിമിലർ ആണെന്ന് പറയണമെങ്കിൽ ഇവരുടെ സൈഡ്സ് എല്ലാം സെയിം ഫാക്ടർ കൊണ്ട് സ്കെയിൽ ചെയ്തിട്ടുണ്ടാണ്. അതായത് പ്രൊപ്പോർഷണാലിറ്റി ഉണ്ടായിരിക്കണം എല്ലാവർക്കും. Two triangles of sides scaled by the same factor are called similar. For two triangles to be similar, they have to be related in one of the following ways. നമുക്ക് തന്നേക്കുന്ന രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറയണമെങ്കിൽ അവര് ഈ തന്നേക്കുന്ന മൂന്ന് കാര്യങ്ങളല്ല, മൂന്ന് തിയറത്തിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാണ്. ഒന്നാമത്തത് ഹാവിങ് ദ സ്മോൾ സെയിം ആംഗിൾസ്. നമുക്ക് രണ്ട് ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് ഒക്കെ സെയിം ആണെങ്കിൽ നമുക്ക് അവരെ സിമിലർ ട്രയാങ്കിൾ എന്ന് പറയാം. അതേപോലെ തന്നെ ഹാവിങ് ദ സൈഡ്സ് സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ. രണ്ട് ട്രയാങ്കിൾസിന്റെ സൈഡ്സ് എല്ലാം കറസ്പോണ്ടിങ് സൈഡ്സ് എല്ലാം സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ ആണെങ്കിൽ നമുക്ക് ആ രണ്ട് ട്രയാങ്കിൾസിന് സിമിലർ ആണെന്ന് പറയാം. അതേപോലെ ഹാവിങ് ടു സൈഡ്സ് സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ഈക്വൽ. ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇതാണ് ആ പറഞ്ഞ കാര്യം. രണ്ട് സൈഡ് സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ ആണ്. അത് കൂടാതെ തന്നെ അതിൻ്റെ ആ രണ്ട് സൈഡിൻ്റെ നടുക്കുള്ള ആംഗിൾ, ആ രണ്ട് സൈഡ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ വരുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കണം. ഇനി നമുക്കൊരു ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. The picture shows two circles with the same center and two triangles formed by joining the center to the points of intersection of the circle with two radii of the larger circle. Prove that these triangles are similar. നമ്മൾ ഫിഗറിലോട്ട് നോക്കുക. ഫിഗറിലോട്ട് നോക്കി ക്വസ്റ്റ്യനിലോട്ട് നോക്കുക. ഫിഗറിൽ നമുക്ക് തന്നേക്കുന്നുണ്ട് രണ്ട് സർക്കിൾസ് ഉണ്ടായിരുന്നു വിത്ത് സെൻറ്റർ O, അതിൻ്റെ റേഡിയസ് നമ്മൾ വരച്ചു ലാർജ് സർക്കിളിലോട്ട്. അത് മുട്ടിയ പോയിന്റ്സ് നിന്ന് നമ്മൾ ഒരു ലൈൻ വരച്ചു. അപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ഫോം ചെയ്തു. ആ ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് നമുക്ക് തെളിയിക്കേണ്ടത്. ദ പിക്ചർ ഷോസ് ടു സർക്കിൾസ് വിത്ത് സെയിം സെൻറ്റർ and two triangles formed by joining the center
to the points of intersection of the circles with the two radii of the larger circle. Prove that these triangles are similar. അപ്പം നമ്മൾ ഇതിന് ആദ്യം ഈ രണ്ട് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യും. ട്രയാങ്കിൾ ഒ എ ബി ആൻഡ് ട്രയാങ്കിൾ ഒ പി ക്യു. ഈ രണ്ട് ട്രയാങ്കിൾസിൽ ഒ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ആംഗിൾ ആണ്. ഓക്കെ, ഇനി ഒ എ ഈക്വൽ ടു ഒ ബി, അതായത് റേഡിയസ് ഓഫ് ദ സ്മോൾ സർക്കിൾ. ഇനി ഒ പി ഈക്വൽ ടു ഒ ക്യു, റേഡിയസ് ഓഫ് ദ ലാർജ് സർക്കിൾ. സോ നമുക്ക് രണ്ട് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾ ഒ എ ഈക്വൽ ടു ആംഗിൾ ഒ ഈക്വൽ ടു ആംഗിൾ ഒ, കോമൺ ആംഗിൾ. അപ്പോൾ ഇത് സിമിലർ ആണെന്ന് തെളിയിക്കാലോ. എസ് എ എസ്. So these two sides of the triangle are scaled by the same factor and angle between them the same triangles OAB and OPQ are similar. നമുക്ക് എങ്ങനെ എഴുതാം? രണ്ട് സൈഡ് തന്നേക്കുന്നുണ്ട് പ്രൊപ്പോർഷണാലിറ്റി OA by OP equal to OB by OQ. നമ്മൾ ഇത് പ്രൂവ് ചെയ്തല്ലോ സിമിലർ ആണെന്ന്. നമ്മൾ പ്രൂവ് ചെയ്യുന്നെങ്കിൽ ഈ മൂന്നെണ്ണത്തിലെ ഏതെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പം നമ്മൾ മൂന്നാമത്തത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, ഒ എ ബിയും അതേപോലെ തന്നെ ഒ പി ക്യൂവും. അതിൻ്റെ അകത്ത് ആദ്യം ഒ എ ഈക്വൽ ടു ഒ ബി, റേഡിയ ഓഫ് ദ സ്മോൾ സർക്കിൾ. ഇനി ഒ പി ഈക്വൽ ടു ഒ ക്യൂ, റേഡിയ ഓഫ് ദ ലാർജർ സർക്കിൾ. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒ എ ബൈ ഒ പി ഈക്വൽ ടു ഒ ബി ബൈ ഒ ക്യൂ. ദാറ്റ് മീൻസ് ദ ടു സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ. ഇനി ആംഗിൾ ഒ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺ ആംഗിൾ ആണ്. സിൻസ് two sides of these triangles are scaled by the same factor and angle between them the same triangles OAB and OPQ are similar. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. The lines joining the circumcenter of a triangle to the vertices are extended to meet another circle with the same center, and these points are joined to make another triangle. Prove that the two triangles are similar. Prove that the scale factor of the sides of the triangle is the scale factor of the radii of the circle. ഇപ്പം നമുക്ക് തെളിയിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് തെളിയിക്കണം. അതേപോലെ തന്നെ സ്കെയിൽ ഫാക്ടർ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഇസ് ദ സ്കെയിൽ ഫാക്ടർ ഓഫ് ദ റേഡിയ ഓഫ് ദ സർക്കിൾ. ഇത് രണ്ടുമാണ് തെളിയിക്കേണ്ട. അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യം ട്രയാങ്കിളിൻ്റെ സർക്കം സെൻറ്ററിൽ നിന്ന് നമ്മൾ ട്രയാങ്കിളിൻ്റെ വേർട്ടിസസിലോട്ട് പോയിന്റ്സ് വരയ്ക്കും. ആ പോയിന്റ്സ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വേറൊരു സർക്കിളിൽ ചെന്ന് മുട്ടിക്കും. എന്നിട്ട് ആ വലിയ സർക്കിളിൽ എവിടെയൊക്കെയാണോ പോയിന്റ്സ് മീറ്റ് ചെയ്തേക്കുന്നത് ആ പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്ത് നമ്മൾ അവിടെ ഒരു ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യും. അപ്പം ആ ട്രയാങ്കിളും ഉള്ളിലുള്ള ട്രയാങ്കിളും സിമിലർ ആണെന്ന് നമുക്ക് തെളിയിക്കണം. ഓക്കെ, ആദ്യം നമ്മൾ സർക്കം സെൻറ്ററിൽ നിന്ന്, അതായത് ഒരു സർക്കിളിൻ്റെ ഉള്ളിലുള്ള ട്രയാങ്കിളിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് നമ്മൾ വേർട്ടിസസിലോട്ട് വരയ്ക്കും. വേർട്ടിസസിലോട്ട് ലൈൻ വരച്ചു. ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വേറൊരു സർക്കിളിൽ ചെന്ന് മുട്ടും. ആ സർക്കിളിൻ്റെ സെൻറ്ററും ഈ സർക്കം സെൻറ്റർ തന്നെ ആയിരിക്കും. എന്നിട്ട് ആ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണ് നമുക്ക് തെളിയിക്കണം. അതായത് ഏതൊക്കെ ട്രയാങ്കിൾസ്? ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും സിമിലർ ആണ് നമുക്ക് തെളിയിക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ട്രയാങ്കിൾ ഒ എ ബിയും ഒ പി ക്യു ആണ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒ എ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഒ ബി ആണ്, അതായത് റേഡിയ ഓഫ് ദ സ്മോൾ സർക്കിൾ. ഇനി അതേപോലെ തന്നെ ഒ പി ഈക്വൽ ടു ഒ ക്യു, റേഡിയ ഓഫ് ദ ലാർജ് ട്രയാങ്കിൾ, റേഡിയ ഓഫ് ദ ലാർജ് സർക്കിൾ. അപ്പം നമുക്കത് പ്രൊപ്പോർഷണാലിറ്റി പറയാലോ, സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ ആണെന്ന് പറയാം. That is OP equal to OB by OQ. Since two sides of these triangles are scaled by the same factor and angle between അവിടെ ആംഗിൾ O തന്നെയാണ്. ഈ രണ്ട് സാധനം കൺസിഡർ ചെയ്താലും ട്രയാങ്കിൾ AOBയിലും ട്രയാങ്കിൾ OPQയിലും കോമൺ ആംഗിൾ O ആണ്. അപ്പോൾ നമുക്ക് OAB equal സിമിലർ ടു ട്രയാങ്കിൾ POQ എന്ന് പറയാം. ഓക്കെ, എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു, ട്രയാങ്കിൾ എ ഒ ബിയും അതേപോലെ തന്നെ ഒ പി ക്യൂ. അതിൽ നിന്ന് ഒ എ ഈക്വൽ ടു ഒ ബി എന്നും ഒ പി ഈക്വൽ ടു ഒ ക്യൂ എന്നും നമുക്ക് കിട്ടി.
റേഡിയൈ ആണ്, അതുകൊണ്ടാണ് ഈക്വൽ ആണെന്ന് കിട്ടിയത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ടു സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ നമുക്ക് സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ ആണ് കാണിക്കുന്നത്. സോ OA/OP ഈക്വൽ ടു OB/OQ. അതേപോലെ തന്നെ ആംഗിൾ O ആണ് അവിടുത്തെ കോമൺ ആംഗിൾ. സോ SAS വെച്ചിട്ട് നമുക്ക് എന്തെന്ന് പറയാം, ഇല്ല. ഇനി അതേപോലെ തന്നെ ഇപ്പുറത്തുള്ള സൈഡ് കൺസിഡർ ചെയ്യും. ട്രയാങ്കിൾ OBC ആൻഡ് OQR. ഓക്കെ, അത് തമ്മിൽ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ OB ഈക്വൽ ടു OC, റേഡിയസ് ഓഫ് ദ സ്മോൾ സർക്കിൾ. അതേപോലെ തന്നെ OQ ഈക്വൽ ടു OR, റേഡിയസ് ഓഫ് ദ ലാർജ് സർക്കിൾ. ആംഗിൾ O ഈക്വൽ ടു ആംഗിൾ O, കോമൺ ആംഗിൾ. അങ്ങനെ വെക്കുമ്പോഴത്തേക്കും ആ ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ സൈഡ്സ് ആ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ ആയിരിക്കുമല്ലോ. അപ്പം നമുക്ക് എന്തെങ്ങനെ എഴുതാം? സൈഡ്സ് സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ. OC/OR ഈക്വൽ ടു OA/OP ഈക്വൽ ടു CA/RP. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിളിലോട്ട് നോക്കാം. ട്രയാങ്കിൾ OAC ആൻഡ് ട്രയാങ്കിൾ OPR. ഇതിൽ രണ്ടും പഴയതുപോലെ തന്നെ ഇവരും സിമിലർ ആണെന്ന് നമ്മൾ തെളിയിക്കാം. സാധാരണ രീതിയിൽ തെളിയിക്കുന്ന പോലെ തന്നെ SAS വെച്ചിട്ട് തന്നെ. OA ഈക്വൽ ടു OA, റേഡിയസ് ഓഫ് ദ സ്മോൾ സർക്കിൾ. OP ഈക്വൽ ടു OR, റേഡിയസ് ഓഫ് ദ ലാർജ് സർക്കിൾ. ആംഗിൾ O ഈക്വൽ ടു ആംഗിൾ O, കോമൺ ആംഗിൾ. അപ്പം നമുക്ക് SAS വെച്ചിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് തെളിയിക്കാം. സിൻസ് ടു സൈഡ്സ് ഓഫ് ദീസ് ട്രയാങ്കിൾസ് ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം ആർ സെയിം, ദ ട്രയാങ്കിൾസ് ആർ സിമിലർ. ഇനി അതിൻ്റെ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ വെച്ച് നമുക്ക് എഴുതുമ്പോഴത്തേക്കും OC/OR ഈക്വൽ ടു OA/OP ഈക്വൽ ടു CA/RP. പ്രൊപ്പോർഷനാലിറ്റി നമ്മൾ എഴുതി. ഇനി ഇത് മൂന്നും തമ്മിൽ നമുക്ക് കമ്പൈൻ ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? AB/PQ ഈക്വൽ ടു BC/QR, that is equal to CA/RP. That is, the sides of the triangle ABC and PQR are scaled by the same factor. So these triangles are similar. ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. Prove that the scale factor of the sides of the triangle is the scale factor of the radii of the circle. നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? ട്രയാങ്കിളിന്റെ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ഏത് ഫാക്ടർ കൊണ്ടാണോ അളന്നിരിക്കുന്നത് അത് വെച്ച് തന്നെയായിരിക്കും റേഡിയസിന്റെ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സ്കെയിൽ ഫാക്ടർ സെയിം ആണെന്ന് തെളിയിക്കണം. Prove that the scale factor of the sides of the triangle is the scale factor of the radii of the circle. അത് തെളിയിക്കാനായിട്ട് നമുക്ക് ഇപ്പൊ കിട്ടിയ സൈഡ്സിന്റെ പ്രൊപ്പോർഷണൽ സൈഡ്സിന്റെ സ്കെയിൽ ചെയ്തേക്കുന്ന ഫാക്ടർ ഇല്ലേ, സൈഡ്സ് ആർ സ്കെയിൽഡ് ബൈ ദ സെയിം ഫാക്ടർ, അത് മൂന്ന് ഇക്വേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യും. ആ മൂന്നിനും നമുക്ക് സൈഡിനെയും സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിളിനെയും അതേപോലെ തന്നെ റേഡിയൈ ഓഫ് ദ സർക്കിളിനെയും കാണിക്കുന്നത് ഏതാണെന്ന് നോക്കി എടുക്കാം. അപ്പോൾ ഈ ഫിഗറിനകത്ത് സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത രണ്ട് ട്രയാങ്കിൾസ് ആയ OABയും OPQയുടെയും കേസ് എടുക്കാം. അപ്പോൾ ഇതിനകത്ത് റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാ? OAയും OBയും OPയും OQയും. പിന്നെ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ABയും PQയും. ഇത് രണ്ടുമാണ്. അപ്പോൾ നമ്മൾ അതിൽ വെച്ചുള്ള റിലേഷൻ നോക്കി. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് AB/PQ ഈക്വൽ ടു OA/OPയും OB/OQയും റേഡിയസ് ഓഫ് ദ സർക്കിൾ തന്നെ കാണിക്കുന്നത്. റേഡിയസ് ഓഫ് ദ സർക്കിളിന്റെ സ്കെയിൽ ഫാക്ടറാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യാം. നമ്മളിവിടെ കൺസിഡർ ചെയ്യണത് OB/OQ. അതേപോലെ തന്നെ ബാക്കി രണ്ട് ഇക്വേഷനിൽ നിന്നും ഒരു സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിളിൽ നിന്നും ചെയ്ത് റേഡിയസ് ഓഫ് ദ സർക്കിളിൽ നിന്നും പ്രൊപ്പോർഷണാലിറ്റി എഴുതാം. അതിന് എഴുതി വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും the scale factor of the radius of the triangle is the scale factor of the radius of the circle. Okay, the scale factor of the sides of the triangle is the scale factor of the radius of the circle. That's it. Thank you.